അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലും അതേപോലെ മറ്റുള്ള സിറ്റീസിലൊക്കെ നടക്കുന്ന വൻ റയറ്റ്സ് കലാപങ്ങളുടെ വീഡിയോസും ഫുട്ടേജസും നമ്മളെല്ലാവരും ഈ ആഴ്ച മുഴുവൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു സംഭവം ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ വലിയൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഇറ്റ്സ് എ ഡിസ്ട്രാക്ഷൻ. ഇവിടെയും അത് തന്നെയാണ് കഥ. ഇത് അവർ വേറൊരു സംഭവം അപ്പുറത്ത് ചെയ്യുന്നുണ്ട്, അത് മറയ്ക്കാനാണ് ഇപ്പോൾ റൈറ്റ്സ് മൊത്തം നടക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ റൈറ്റ്സ് നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, അമേരിക്കയിൽ ഒരുപാട് ഇമിഗ്രൻസ് ഉണ്ട്, ഇല്ലീഗലായിട്ടുള്ള. മെക്സിക്കോ ബോർഡർ തൊട്ടപ്പുറത്താണല്ലോ ഈ നമ്മുടെ നാട്ടിലേക്ക് ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ആൾക്കാർ വരില്ല. അതുപോലെ തന്നെ മെക്സിക്കോന്നും അമേരിക്കയ്ക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ ജോലിക്കൊക്കെ വേണ്ടി വരും. ഇവർ ഇന്നോ ഇന്നലെ വന്നതല്ലേ, ഇവരൊക്കെ കൊല്ലങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ്, ഇവിടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഐസ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഏജൻസി ഉണ്ട്, അവരാണ് ഈ ഡീപ്പോർട്ടേഷൻ നോക്കുന്നത്, ഇല്ലീഗൽസിനെയൊക്കെ പുറത്താക്കാൻ നോക്കുന്നത്. അപ്പോൾ അവർ വന്ന് ഈ മെക്സിക്കോക്കാരനെയൊക്കെ പുറത്താക്കാൻ നോക്കിയപ്പോൾ ഇവർക്കെതിരെ ഈ പ്രതിഷേധിക്കുന്നതും അവർക്കെതിരെ ഈ കലാപമൊക്കെ നടത്തുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ബേസിക്കലി. അപ്പോൾ മിലിറ്ററി വരെ ഇറക്കി, അവസാനം ഒരു രക്ഷയില്ല, ഭയങ്കര പ്രൊട്ടസ്റ്റാണ്. ഈ ലോസ് ആഞ്ചലസിൽ മുഴുവൻ ഈ മെക്സിക്കൻസ് ആണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതെന്തിനാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ കുറച്ച് മുന്നത്തെ ഒരു 2-3 ആഴ്ച മുന്നേ ഒരു വലിയൊരു ഡീല് നടന്നിട്ടുണ്ടായിരുന്നു, AI ഡാറ്റ ഡീല്. അത് $1 ബില്യൺ ഒരു ഡീലാണ്. പാലന്റിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവിൾ കമ്പനിക്കാണ് അത് കിട്ടിയത്. നമ്മുടെ ഈ ആഴ്ചത്തെ പോഡ്കാസ്റ്റ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പാലന്റിയർ എന്നും ഇവരെന്താണ് ചെയ്യുന്നതെന്നും ഇത്ര വലിയൊരു ഈവിൾ കമ്പനി എങ്ങനെ ഇവരുണ്ടായി എന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക, ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഈ പാലന്റിയറിന് ഇങ്ങനെ ഒരു ഡാറ്റ ഡീല് കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ക്രോസ് പ്ലാറ്റ്ഫോമാണ്. അതായത് എല്ലാ ഡാറ്റയും ഇനി ഒരു സ്ഥലത്ത് നിന്ന് ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഡിഫൻസ് ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ഈ ഐസിനുള്ള ഡാറ്റ, ആരിനെ ഡീപ്പോർട്ട് ചെയ്യണം, ആരിനെ ഡീപ്പോർട്ട് ചെയ്യണ്ട എന്നുള്ള ഈ ഡാറ്റയൊക്കെ ഇനി പാലന്റിയറാണ് ഈ ഒരു ഗവൺമെൻറ്റിന്, അമേരിക്കൻ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പോകുന്നത്. അവർക്ക് എല്ലാ ഏജൻസികളിൽ നിന്നും പെട്ടെന്ന് ആക്സസ് കിട്ടും, എല്ലാം കൂടി കണക്ട് ചെയ്യാൻ പോകണം, എല്ലാ ഡാറ്റയും കൂടെ. അതാണ് ആ ഒരു ഡീല്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ആ ഡീലിനെ എതിർക്കാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കലാപം വന്നത്. അപ്പോൾ ഇനി ഒരു കലാപം വന്നു. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്തായി, ഇപ്പോൾ ഈ ഒരു ഇല്ലീഗൽസ് ആൾക്കാർ കൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചത്, അപ്പോൾ ഇനി എന്തായാലും അത് നടന്നോട്ടെ, ഇവരിനെയൊക്കെ പുറത്താക്കിക്കോട്ടെ എന്ന് അവിടുത്തെ സാധാരണക്കാർ വിചാരിക്കും. അതുതന്നെയാണ് അവർക്കും വേണ്ടത്. ഇത് അവർ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിനവരൊരു സൊല്യൂഷൻ കൊടുക്കുന്നത് പോലെ. ഫസ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ടാക്കുക, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. അവർ ഓൾറെഡി സൊല്യൂഷൻ്റെ ഡീലൊക്കെ അവർ ഓൾറെഡി സൈൻ ചെയ്തു, പക്ഷെ അത് ഇനി ഒരു സൊല്യൂഷനായിട്ട് ഇനി അമേരിക്കൻ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാല്ലാതെ വേറെ ഒരു നിവർത്തിയുമില്ല. ഇതാണ് ഇതിൻ്റെ ബേസിക്കലി സംഭവം. ഈ കാണുന്ന ഫോട്ടോഗ്രാഫ് ഒന്നും അല്ല കാര്യം, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ.